ഹായ്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ ശോകമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു റാലിയിൽ നിന്ന്, അതായത് 2024 ഫെബ്രുവരിയിൽ ഒരു 21,000 22,000 ഏകദേശം ഒരു 26,000 മുകളിലേക്ക് പോയിട്ട് ഇപ്പോൾ വീണ്ടും ഒരു 22,500 റേഞ്ചിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റാലിയുടെ ഇടയിൽ ഒരുപാട് പേര് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സെപ്റ്റംബർ സമയത്തൊക്കെ 2024 ആഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ ഒരു 25,000 അല്ലെങ്കിൽ 26,000 അടുത്തൊക്കെ മാർക്കറ്റ് വന്ന സമയത്ത് ഒരുപാട് ആളുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല എമൗണ്ട് ഓഫ് പ്രോഫിറ്റും ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് മാർക്കറ്റ് താഴേക്ക് പോയി. അപ്പോൾ പലരും ലോസിലൊക്കെയാണ് ഇപ്പോഴുള്ള ഓപ്പൺ പൊസിഷൻസ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു കൺസെപ്റ്റ്, ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റിന് വലിയ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം പല ആളുകൾക്കും ലക്ഷങ്ങൾ തന്നെ ടാക്സ് ലാഭിക്കാനായിട്ട് ഈ ഒരു ടെക്നിക്ക് കൊണ്ട് പോസിബിളാണ്. പലരും ചിലപ്പോൾ ട്രേഡിങ്ങിലൊക്കെ നല്ല പുലികളൊക്കെ ആയിരിക്കാം. പക്ഷേ ഈ ഒരു ടാക്സേഷൻ ടെക്നിക്ക് ഞാൻ ഡിസ്കസ് ചെയ്ത് പല ആളുകൾക്കും അറിയുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒരു ടാക്സ് ടെക്നിക്കാണ്, ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് എന്നുള്ളൊരു ടെക്നിക്കാണ്. ഞാനൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ തന്നെ പറഞ്ഞു തരാം. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഒരു ക്ലയൻറ്റ് ജോസേട്ടൻ, ഇരിഞ്ഞാലക്കുട അടുത്ത് തന്നെയാണ് ആളുടെ വീട്. അപ്പോൾ അദ്ദേഹം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1980s ആൾ ജോയിൻ ചെയ്തിരുന്ന ആളാണ്. ഇപ്പോൾ റിട്ടയേർഡായി. അപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതായത് ഏകദേശം ഒരു മോർ ദാൻ 10 lakhs റുപ്പീസിൻ്റെ അടുത്താണ് ആൾ ഡിവിഡൻഡ് ഇൻകം തന്നെ ആൾ ഏൺ ചെയ്യുന്നത് ഒരു വർഷം. കാരണം ഒരു പാസീവ് ഇൻകത്തിന് ഒരു ക്ലാസിക് എക്സാമ്പിളാണ് നമ്മുടെ ജോസേട്ടൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ജോസേട്ടൻ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ആൾ ഒരുപാട് ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ലോങ് ടൈമിലേക്ക് ഒരുപാട് ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾ ഈ ഒരു മാർക്കറ്റിൻ്റെ ആ ഒരു ഹൈ ലെവലിലുണ്ടല്ലോ, അതായത് ഒരു ആഗസ്റ്റ് സെപ്റ്റംബറൊക്കെ സമയത്ത് ഏകദേശം ഒരു 21 lakhs അടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടാക്സ് അടയ്ക്കണമല്ലോ എന്നുള്ളൊരു ആംഗിളിലാണ് ആൾ വന്നത്. അപ്പം ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 21 lakhs അടുത്ത് നിയർലി നമുക്കൊരു 1.25 ലക്ഷം രൂപയുടെ അടുത്ത് എക്സംഷൻ ഉണ്ട്. അപ്പോൾ അത് കഴിച്ച് ഒരു 20 lakhs ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ബഡ്ജറ്റ് തൊട്ട് 12.5% ടാക്സ് റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം 1,25,000 ഇൻറ്റു 2, അതായത് 2.5 ലക്ഷമാണ് ടാക്സ് വരുന്നത്. ഈ 20 ലക്ഷം എക്സംഷൻ കഴിച്ചിട്ടുള്ള എമൗണ്ടിന് 2.5 ലക്ഷം ടാക്സ് അടയ്ക്കണം. അപ്പോൾ ആൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കാനായിട്ടാണ്, മാർച്ച് 15 മുമ്പ് അഡ്വാൻസ് ടാക്സ് അടയ്ക്കണമല്ലോ. അപ്പോൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആൾ ചെക്കൊക്കെ എഴുതി ഓഫീസിലേക്ക് വന്നതാണ്. അപ്പോഴാണ് ഞാൻ ജോസേട്ടൻ്റെ അടുത്ത് ചോദിച്ചത്, അതായത് നമുക്ക് ഇപ്പോൾ ഉള്ള പൊസിഷൻ എങ്ങനെയാണ്. അപ്പോൾ ആൾ പറഞ്ഞത് ഇപ്പോൾ വളരെ ഷോക്കാണ്, കാരണം മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ പല പോർട്ട്ഫോളിയോയും അല്ലെങ്കിൽ പല ഷെയർസും ഭയങ്കര നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് എടുത്ത് നോക്കിയപ്പോൾ ഏകദേശം ഒരു 20 ലക്ഷം രൂപയുടെ അടുത്ത് അല്ലെങ്കിൽ 21 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ ആളുടെ ഒരു ലോങ് ടൈം ഹോൾഡിങ്ങിൽ പല ഷെയറുകളും ലോസിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടോട്ടൽ ഒരു ലോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മോർ ദാൻ ഒരു 20 lakhs അടുത്ത് തന്നെ വരും. അപ്പോൾ ആളത് ഹോൾഡ് ചെയ്യണത് അത് ഫ്യൂച്ചറിൽ എന്തായാലും ഇനി അത് മുകളിലേക്ക് പോവും. അപ്പോൾ പിന്നെ ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ് ജോസേട്ടൻ ഈ ഷെയറുകളൊക്കെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ഐഡിയ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഒരു ലോസ് ഉണ്ടല്ലോ, ഈ ഒരു ലോസ് ഈ ഒരു പൊസിഷനിൽ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ബുക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ, മാർക്കറ്റ് അവേഴ്സ് ആയിരുന്നു, ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ആ എല്ലാ ഷെയർസും 20 lakhs എടുത്തിട്ടുള്ള നിയർലി 20 lakhs വരുന്ന ഓൾമോസ്റ്റ് ഷെയർസിൻ്റെ ലോസുകളൊക്കെ അവിടെ ഇരുന്ന് ജോസേട്ടനെ കൊണ്ട് ബുക്ക് ചെയ്യിപ്പിച്ചു. അപ്പോൾ നെറ്റ് ഇഫക്റ്റ് ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ എന്താണ്, അതായത് ഒരു 20 lakhs പ്രോഫിറ്റ് നമ്മളുടെ ആഗസ്റ്റ് സെപ്റ്റംബർ പീരീഡിൽ 21 lakhs അടുത്ത് പ്രോഫിറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു 20 lakhs ലോസ് ബുക്ക് ചെയ്തു. അപ്പോൾ എഫക്റ്റീവ്ലി ഒരു 1 ലക്ഷം രൂപയുടെ അടുത്താണ് ഇനി എന്ത് വരുന്നത്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വരുന്നത്. നമുക്കൊരു 1.25 ലക്ഷം രൂപയുടെ അടുത്ത് എക്സംഷൻ ഉണ്ട്. അപ്പോൾ ഈ 2.5 ലക്ഷം രൂപ എന്ത് ചെയ്യണ്ട, അപ്പോൾ ആ 2.5 ലക്ഷം രൂപയുടെ ടാക്സ് ലയബിലിറ്റി ഇനി വരുന്നില്ല എന്നർത്ഥം. നമ്മൾ ഈ എക്സിറ്റ് ചെയ്ത ഷെയർസൊക്കെ ജോസേട്ടൻ ഏകദേശം ഒരു ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുന്ന ഷെയർസാണ്. അപ്പോൾ ആൾക്ക് അതിലൊരു വിഷമമുണ്ട്, അതായത് ഇതൊക്കെ എക്സിറ്റ് ചെയ്തല്ലോ എന്നുള്ളത്. അപ്പോൾ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോങ് ടൈമിലേക്കാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെരി നെക്സ്റ്റ് ഡേ ഈ ഷെയർസ് എത്ര ക്വാണ്ടിറ്റി ആണോ നമ്മൾ എക്സിറ്റ് ചെയ്തത്, ആ പൊസിഷൻസ് ഒക്കെ വെരി നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് ബൈ ചെയ്യാം. അപ്പോൾ എഫക്റ്റീവ്ലി നമ്മളുടെ ഹോൾഡിംഗ് സെയിം തന്നെയാണ്, നമ്മളെല്ലാ ഷെയർസും നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് എന്ത് സംഭവിച്ചു, നമുക്ക് ഒരു 10 പൈസ പോലും ടാക്സ് കൊടുക്കേണ്ടി വന്നില്ല. എഫക്റ്റീവ്ലി ജോസേട്ടന് 2.5 ലക്ഷം രൂപ ടാക്സ് സേവ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഈ ഒരു ടെക്നിക്കാണ്
ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് എന്നുള്ളൊരു ടെക്നിക്ക്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പ്രത്യേകിച്ചും ഇതിന് വലിയൊരു റിലവൻസ് ഉണ്ട്. കാരണം മാർക്കറ്റ് ഭയങ്കര ഒരു ഹൈ ലെവലിലേക്ക് പോയിട്ട് പിന്നെ ഒരു ലോ ലെവലിലേക്ക് വന്നു. അപ്പോൾ പലരും ആഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ടാക്സ് അടയ്ക്കാനായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള പൊസിഷനിൽ നിന്ന് ലോസ് ബുക്ക് ചെയ്യുക. ദെൻ പരമാവധി ആ ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കുക. ദെൻ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിൻ്റെ പൊസിഷൻസ് വീണ്ടും എടുക്കുന്നു. ഇനി ചില ആളുകളുണ്ട്, അതായത് വളരെ ഭീകരന്മാരായിട്ടുള്ള ട്രേഡേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ വലിയ വലിയ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ്, അല്ലെങ്കിൽ വലിയ കാര്യമായിട്ട് തന്നെ അത്രയ്ക്ക് ഹെവി പ്രോഫിറ്റിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ചിലപ്പോൾ ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് എഫക്റ്റീവ് ആവില്ല. കാരണം ഒരു പരിധി വരെയൊക്കെ ഇപ്പോൾ നമുക്ക് 1 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലോസ് നിൽക്കുന്നത് ചിലപ്പോൾ ഒരു 20 lakhs ഒക്കെ അടുത്തായിരിക്കും. ഇപ്പോൾ ഒരു 80 lakhs ഒക്കെ അടുത്ത് എന്ത് വരുന്നുണ്ട്, ഒരു ബാലൻസ് പ്രോഫിറ്റ് വരുന്നുണ്ട്, അവിടെ ടാക്സും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കായിട്ട് നമുക്കൊരു അഡ്വാൻസ്ഡ് ടാക്സ് പ്ലാനിങ് പരീക്ഷിക്കാവുന്നതാണ്. അതായത് നിങ്ങളുടെ പ്രോഫിറ്റ് ഏത് സെഗ്മെൻറ്റിലാവട്ടെ, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആവട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ലോങ് ടൈം പ്രോഫിറ്റ് ആവട്ടെ, ഇനി സ്വിംഗ് ട്രേഡിങ്ങിലുള്ള പ്രോഫിറ്റ് ആവട്ടെ, എഫക്റ്റീവ്ലി നിങ്ങളൊരു കറക്റ്റായിട്ടുള്ള ഒരു ടാക്സ് പ്ലാനിങ്ങിലൂടെ, അതായത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള വഴിയിലൂടെ തന്നെ കേട്ടോ, അതായത് നമുക്ക് ലീഗലായിട്ടുള്ള വഴിയിലൂടെ തന്നെ ഒരു ടാക്സ് പ്ലാനിങ്ങിലൂടെ തന്നെ നമുക്ക് ഈ ഒരു ടാക്സ് ഓൾമോസ്റ്റ് 0 ആക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ അഡ്വാൻസ് ടാക്സ് പ്ലാനിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 6,000 റുപ്പീസാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ഓഫർ പ്രൈസിൽ 2,999 എന്നുള്ളൊരു ഓഫർ പ്രൈസിൽ ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അത് അവൈലബിൾ ആണ്. അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഹ്യൂജ് എമൗണ്ട് പ്രോഫിറ്റിലാണ് എത്തി നിൽക്കുന്നതെങ്കിൽ ഈ ടാക്സ് പ്ലാനിങ്ങിൻ്റെ, അഡ്വാൻസ് ടാക്സ് പ്ലാനിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ വളരെ A to Z ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ലക്ഷങ്ങൾ തന്നെ ടാക്സ് സേവ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊരു ഇതിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കോഴ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതല്ല, നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് കൊണ്ട് മാനേജബിൾ ആയിട്ടുള്ള പൊസിഷൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർച്ച് 31 മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലോസുകൾ ബുക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പ്രോഫിറ്റ് പരമാവധി കുറച്ച് ടാക്സ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. മലയാളത്തിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.